3 ആഴ്ച മുമ്പ് ഇതിന് ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുള്ളതാണ്. സാധാരണ രീതിയിൽ ആപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു പ്രൊസഷന് വേണ്ടി അനുമതി കൊടുക്കും. ഇന്നലെ രാത്രി ഏറെ വൈകി 11 മണിയോടുകൂടിയാണ് റിജക്റ്റ് ചെയ്തുകൊണ്ട് റിപ്ലൈ കിട്ടുന്നത്. അതുവരെ അനുമതി കൊടുത്തിട്ടില്ല, റിജക്ഷൻ വന്നിട്ടില്ല. തഹാവൂർ റാണെ വന്നത് 3 ആഴ്ച മുമ്പല്ലല്ലോ, ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ. ഇപ്പോൾ മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ച് ഇത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ, അതും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. മന്ത്രി പോലും പറയുന്നു എന്തുകൊണ്ട് ഇത് നിഷേധിച്ചു എന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. കേന്ദ്രമന്ത്രിയാണ് പറയുന്നത്, അദ്ദേഹത്തിന് പോലും അറിയില്ല എന്തുകൊണ്ട് നിഷേധിച്ചു എന്ന്. എന്നിട്ട് അതിന് കിടന്ന് ന്യായീകരിക്കുകയാണ്. എല്ലാ വർഷവും നടക്കുന്ന ഒരു ആചരണമാണ്, ഒരു പള്ളി തിരുനാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രദർശനം പോലെയല്ല ഇത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയതിൻ്റെ ഓർമ്മയാണ്. ഈ സെൻറ് മേരീസ് പള്ളിയിൽ നിന്ന് കത്തീഡ്രൽ പള്ളിയിലേക്ക് ചെല്ലുന്നു. പള്ളിയുടെ ആനവാതിൽ എന്ന് പറയും, വാതിൽ മുട്ടി തുറന്ന് അകത്ത് കിടക്കുന്ന ഒരു ആചരണമാണ് ഇന്ന് നിഷേധിക്കപ്പെട്ടത്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതിന് പകരം സംവിധാനം ഒരുക്കുവാൻ അവിടുത്തെ സഭാ നേതൃത്വത്തിന് കഴിയുമായിരുന്നു. ഈ 7 കിലോമീറ്റർ അല്ല എങ്കിൽ, അല്ലെങ്കിൽ 2 പള്ളിയിലെ ആളുകൾ സെൻറ് മേരീസ് പള്ളിയിൽ ചെന്ന് നിന്ന് അവിടെ നിന്ന് പ്രദക്ഷിണമായി ഇങ്ങോട്ട് വരുന്ന ഒരു ചടങ്ങ് മാറ്റിവെക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഇന്നലെ ഏറെ വൈകി, ഇന്നലെ രാത്രിയാണ് റിജക്ഷൻ നടത്തുന്നത്. അപ്പോൾ എന്താണ് പറ്റിയത്? എന്താണ് ചെയ്യേണ്ടത്? ഈ ആളുകളോട് പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ടതില്ല, ഈ കത്തീഡ്രൽ പള്ളിയിൽ വരുന്ന ആളുകളോട് സെൻറ് മേരീസ് പള്ളിയിലേക്ക് പോകേണ്ടതില്ല എന്ന് പറയാനോ, അതിലൊരു മെസ്സേജ് പാസ് ചെയ്യാനോ, മുൻകൂട്ടി ഒരുക്കങ്ങൾ മുഴുവൻ ക്യാൻസലാക്കിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സഭാ നേതൃത്വം പോലും അറിയാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ അവിടെ നിൽക്കുമ്പോഴും കഴിഞ്ഞ വർഷം വരെ ഡൽഹി സർക്കാർ എന്നൊരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു, ആപ്പിൻ്റെ. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടാകാതിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിലും ഡൽഹിയിലും BJP അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായത് എന്തുകൊണ്ടാണെന്നാണ് സഭാ നേതൃത്വം മനസ്സിലാകാത്തത്. സഭാ നേതൃത്വം അതുകൊണ്ടാണ് അതിനെ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ കെന്നഡി പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ സഭാ നേതൃത്വം, പ്രത്യേകിച്ച് കേരളത്തിലെ സഭാ നേതൃത്വമാണ് കളങ്കിതരായ സഭാ നേതൃത്വം. ഇതൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റേർണൽ മാറ്റേഴ്സാണ്, ഗവൺമെൻറ്റിന് സുരക്ഷിതമല്ലാത്ത വിഷയങ്ങളിൽ അനുമതി കൊടുത്തില്ല എന്ന തരത്തിൽ ലഘൂകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും, പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട്. ഇവരുടെ അരമനകളിലും ഇവരുടെ സ്ഥാപനങ്ങളിലും ഇവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും EDയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും കയറി നിറങ്ങരുത്. അതുകൊണ്ട് അതിനെ വളരെ ഡൈല്യൂട്ട് ചെയ്ത് വളരെ നിസ്സാരവൽക്കരിച്ച് ഇത് വേണമെങ്കിൽ അവരുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് സംഭവിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ കെന്നഡിയെ പോലെയുള്ള ആളുകളെ ടൂളായിട്ട് അവർ ഉപയോഗിക്കുകയാണ്. എന്നാൽ സഭാ നേതൃത്വം മനസ്സിലാക്കേണ്ടത് ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന സാധാരണ വിശ്വാസികളും വളരെ പാവപ്പെട്ട വിശ്വാസിയല്ലാത്ത ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പുരോഹിതരും കന്യാസ്ത്രീകളും അവരോടൊപ്പം അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സാധാരണക്കാർ, അവർ ക്രൈസ്തവരല്ല, അവരൊക്കെയാണ് നിരന്തരമായി പീഡിപ്പിക്കപ്പെടുകയാണ്. ഇവരുടെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ട വെച്ച് സംഘപരിവാർ അത്തരത്തിലൊരു നീക്കം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒഡീഷയിൽ നടന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഒഡീഷയിൽ പോലീസുകാരാണ് വൈദികനോട് പറഞ്ഞത് നിങ്ങൾ പാകിസ്ഥാൻകാരാണ്, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോളാൻ. പോലീസുകാരാണ് അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ അനുവാദത്തോടു കൂടി തന്നെ പോലീസ് കയറി അച്ഛന്മാരുടെ പള്ളിമേടയിൽ കയറി കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ്. സാമ്പത്തികമായി പൈസകൾ ഏകദേശം ഒരച്ഛൻ്റെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പൈസയും ഏതോ മൊബൈൽ അടക്കമുള്ള സാധനങ്ങളും പോലീസാണ് എടുത്തുകൊണ്ട് പോകുന്നത്, ജനങ്ങളല്ല. അതായത് ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് സംവിധാനം തന്നെ ഈ സംഘപരിവാറിനോട് ചേർന്ന് നിന്നുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ തുടങ്ങുകയാണ്. ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല ഇവിടെ സഭാ നേതൃത്വം ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് നേരെ വരുമ്പോഴാണ് അവർ രംഗത്ത് വരികയുള്ളൂ. അതുവരെ അവർ ഇങ്ങനെ ലഘൂകരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡൽഹിയിൽ അവർക്ക് പ്രശ്നമുണ്ടായപ്പോൾ അവിടുത്തെ ആർച്ച് ബിഷപ്പ് അനിൽകുട്ടോ ശക്തമായ രംഗത്ത് വന്നു. ഇവിടെ ഇങ്ങനെ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വരെ ഇവർ ഇതിനെ ലഘൂകരിച്ചുകൊണ്ടിരിക്കും. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നാളെ ഇവരൊക്കെ പ്രസ്താവനയുമായി വരും, അത് കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തില്ലെങ്കിൽ മോശമാണെന്നൊക്കെ പറയും.
കൊടുത്ത് അതിന് കൊടുക്കാത്തതിനെ കുറിച്ച് പിന്നീട് അതിനെ ലഘൂകരിക്കാൻ ഇവർ തന്നെ ഇവരുടെ വക്താക്കളായി ചില വ്യക്തികളുടെ ചാനലുകളിലും മീഡിയകളിലും രംഗത്തിറക്കും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ